അപ്പോൾ നമ്മൾ ഇന്ന് ഒരാൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഗിഫ്റ്റ് ഇതാണ് ഗിഫ്റ്റ്. ഒരു കേക്കാണ് ഗിഫ്റ്റ്, സർപ്രൈസ് ഗിഫ്റ്റാണ്. അപ്പം അതെന്താണെന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ആൾക്ക് അറിയത്തില്ല. അവരുടെ വെഡ്ഡിങ് ഡേ ആണിന്ന്. അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് ഈ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്ന വഴി നമുക്ക് കാണാം. ഓക്കെ, പോടോ. ഞാനും പുറകെ വരുന്നുണ്ട്. അവിടെ ഉണ്ടാടോ അവര്? പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളെ വിളിച്ചതാണ്. അപ്പം നമ്മളോർത്ത് നമ്മൾ ചുമ്മാ അങ്ങനെ പോകുന്നത് ഇതല്ലല്ലോ. അപ്പം അവർക്കൊരു സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിങ് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞങ്ങളിതാ ഈ പോക്ക് പോകുന്നത്. നമ്മുടെ വഴി കൂടെ പോകുന്നത്, വേറെ എങ്ങോട്ടും അല്ല. നമ്മൾ സുലേഖാമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് സുലേഖാമ്മേനെയൊക്കെ. അപ്പോൾ വല്യച്ഛനും വല്യമ്മയ്ക്കും ഒരു ഗിഫ്റ്റുമായിട്ട് ഞങ്ങൾ പോവാണിത്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്, ഇവിടെ കാണുമല്ലോ. പായസം കുടിക്കാൻ വിളിച്ചായിരുന്നല്ലോ, അപ്പം കാണും. അങ്ങനെ ഞങ്ങൾ അവിടെ അകത്തിരുന്ന് എന്തോ പരിപാടിയിലൊക്കെയാണ്. ഹാപ്പി ആനിവേഴ്സറി കേക്ക് മുറിക്കാൻ അങ്ങനെ നമ്മള് ഗിഫ്റ്റുമായിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഗിഫ്റ്റ്. അപ്പോൾ ശ്രീജ കേക്ക് സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഏത് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. നമുക്കിഷ്ടമുള്ളൊരു ഡിസൈൻ ചെയ്തോളാനാണ് ആ ചേച്ചി എടുത്ത് പറഞ്ഞത്. നമ്മൾ സ്ഥിരമായിട്ട് കേക്ക് വാങ്ങിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് നല്ലൊരു ഡിസൈൻ തന്നെ ചെയ്ത് തന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള തിരക്കിലാണ്. ഫൈനലി നമ്മൾ നമ്മുടെ കേക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് ഏത് രീതിയിലാണെന്ന് അറിയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആകാംക്ഷയുണ്ട്. കാരണം ഏത് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കേക്കൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് കാണാനായിട്ട്. അപ്പോൾ അത് തുറക്കുമ്പോൾ നേരം ഞാൻ ശരിക്കും നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഏത് തരത്തിലാണെന്ന് അറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇത്രയും നന്നായിട്ട് കേക്ക് സെറ്റ് ചെയ്ത് ആ ചേച്ചി തന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ സുലേഖാമ്മ വല്യച്ഛനെന്നൊക്കെ അതിനകത്ത് എഴുതി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സെറ്റപ്പായിട്ടാണ് ആ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഹാപ്പി ആനിവേഴ്സറി. കേക്ക് കട്ടിങ് നടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോ. ഓക്കേ, സന്തോഷം. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പായസം കുടിക്കാനായിട്ട് പോയി കേട്ടോ. സുലേഖാമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച പായസമായിരുന്നു കേട്ടോ. ഇത് കുടിക്കാനെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും സർപ്രൈസായിട്ടൊരു കേക്കുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇത്രയും ടേസ്റ്റുള്ള ഒരു പായസം ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പായസത്തിന്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് സുലേഖാമ്മ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ചിക്കൻ കറി, മോര്, അച്ചാറ്, തോരൻ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ലക്ഷ്യം അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പരിപാടിയൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും അതുപോലെ തന്നെ അവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങാനായിട്ട് പോകണം. ഞാൻ അതിങ്ങനെ കസേര ചാരിയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഷെൽഫിൽ അവരുടെ പണ്ടത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഉണ്ണിക്കണ്ണനെയൊക്കെ വരച്ച് പെൻസിൽ വെച്ച് വരച്ച ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. കുറേ വർഷം പഴക്കമുള്ളതാണ്. അപ്പോഴത്തേക്ക് ഒരാൾ കറിയൊക്കെ ആയിട്ട് ബാക്കി കറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ റെഡിയാക്കി സെറ്റാക്കിയൊക്കെ കൊടുത്തു. ചെറിയൊരു കുഞ്ഞു ടേബിൾ ആയതുകൊണ്ട് അതിൽ ഇത്രയും കറികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. എങ്കിലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു രീതിയിലൊക്കെ വെച്ച് വിളമ്പി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലോട്ട്. സമയം 1 മണിയൊക്കെ ആയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അച്ചാറ്, മോര്, ചിക്കൻ കറി, പിന്നെ ഉള്ളിക്കറി, അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാമൊക്കെ ആയിട്ട് നമ്മൾ പാത്രത്തിലൊക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പപ്പടം വറുക്കാൻ പോയായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടെ പപ്പടം മസ്റ്റാണല്ലോ. അങ്ങനെ നമ്മൾ പപ്പടം കൂടെ വറുത്തിട്ട് ബാക്കി ചോറ് വിളമ്പാന്ന് പറഞ്ഞിരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പപ്പടം കൂടെ വറുക്കാൻ പോയതാണ്. അങ്ങനെ പിന്നെ ശ്രീജ ചോറൊക്കെ വിളമ്പി
എടുത്ത് തരുവാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വിളമ്പി എടുക്കാനൊന്നും ഭയങ്കരമായിട്ട് അത്ര നന്നായിട്ടൊന്നും താല്പര്യമില്ല. എനിക്ക് ആരെങ്കിലും എടുത്തൊക്കെ തരുമ്പോൾ കഴിക്കാനാണ് ഇഷ്ടമേ. അങ്ങനെ ശ്രീജ എനിക്ക് വിളമ്പി തരുവാണ്. പിന്നെ വല്യച്ഛനും സുലൈഖാമ്മയ്ക്കും വിളമ്പി വേറെ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കുവാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ശ്രീജയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നു. അവരൊക്കെ ഓരോ കാര്യത്തിനൊക്കെ പോയിരിക്കുകയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ സെലിബ്രേറ്റ് ചെയ്തൊരു വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. കാരണം ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കാത്തൊരു സന്തോഷമൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ്. അപ്പോൾ ശ്രീജ എനിക്കുള്ള ചോറെടുത്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ അതാ മോരും പപ്പടവും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി കുഴച്ച് ഞാൻ കഴിക്കുകയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ടുള്ള ഫുഡ്. അങ്ങനെ ഞങ്ങൾ കഴിച്ച് ഹാപ്പി ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. എന്തായാലും ഞങ്ങൾ വിചാരിക്കാതെ നല്ലൊരു ദിവസമായിട്ട് അവർക്കും ഞങ്ങൾക്കും ഒരുപോലെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി ഹാപ്പി ആയിട്ട് അന്നത്തെ ഒരു ദിവസം കടന്നു പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കൊരിക്കലും മറക്കാനാവാത്തൊരു വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് കടൽ കാണാനാണ്. ഞങ്ങളെല്ലാവരും കൂടി കടൽ കാണാൻ പോയി. കടപ്പുറത്ത് കുറച്ച് സമയം എൻജോയ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ചെറിയ പീക്കൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട്.